الله وبركاته. الحمد لله، الصلاة والسلام على أشرف رسول الله وعلى آله وأصحابه الفائزين برضا الله. أما بعد، ഏറ്റവും ബഹുമാനം നിറഞ്ഞ സയ്യിദ് അവർകൾ, മറ്റു സ്റ്റേജിൽ ഉപേക്ഷിതരായ പണ്ഡിതന്മാരെ, വിശിഷ്ട വ്യക്തികളെ, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെയും പോഷക സംഘടനയുടെയും സഹപ്രവർത്തകരെ, സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നാളെ അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ചു കൂടാനുള്ള ഒരു സംഗമമായി നമ്മിൽ നിന്നും ഖബൂൽ ചെയ്യുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല ആദിമ മനുഷ്യനായ ആദം അലൈഹിസ്സലാമിനെ സ്വർഗത്തിൽ നിന്നും ഭൂമിയിലേക്ക് ഇറക്കുന്ന സന്ദർഭത്തിൽ ഒരു കരാർ ചെയ്യുകയുണ്ടായി. فإما يأتينكم مني هدى فمن تبع هداي فلا خوف عليهم ولا هم يحزنون. ആദമേ, നീയും നിന്റെ സന്താനങ്ങളും ഭൂമിയിലേക്ക് ഇറങ്ങുക. ഭൂമിയിലെത്തിക്കഴിഞ്ഞാൽ فإما يأتينكم مني هدى, ഞാൻ ഈ സ്വർഗത്തിലേക്ക് തിരിച്ചു വരാൻ നേരായ സത്യത്തിന്റെ വഴി, ഹിദായത്തിന്റെ വഴി ഖിയാമത്ത് നാൾ വരെയുള്ള നിനക്കും നിന്റെ സന്താന പരമ്പരകൾക്കും നൽകുമെന്ന് അല്ലാഹു തആല ആദം അലൈഹിസ്സലാമിനോട് ഒരു കരാർ ചെയ്യും. അതിനുശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ നേരായ വഴി, സ്വർഗത്തിലേക്കുള്ള വഴി കാണിച്ചു കൊടുക്കാൻ വേണ്ടിയാണ് ലക്ഷക്കണക്കിന് പ്രവാചകന്മാരെ അല്ലാഹു സുബ്ഹാനഹു വ തആല നിയോഗിച്ചത്. ഒരുപാട് സത്യവേദ ഗ്രന്ഥങ്ങൾ അവതരിപ്പിച്ചതും ആ നേരായ വഴി കാണിച്ചു കൊടുക്കാൻ വേണ്ടിയാണ്. അഷ്റഫുൽ ഖൽഖ് ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സ്വഹാബത്തുൽ കിറാമും അതുപോലെ തന്നെ അവിടുത്തെ ശിഷ്യന്മാരായ താബിഈങ്ങളും തബഉ താബിഈങ്ങളും പൂർവസൂരികളായ മുൻഗാമികളൊക്കെ നമുക്ക് കാണിച്ചു തന്നത് നേരായ സത്യത്തിന്റെ വഴിയാണ്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബത്തുൽ കിറാമിന്റെ ഉമ്മത്തിന്റെ ആത്മീയവും അതുപോലെ തന്നെ സർവ്വവിധ വിജയത്തിനും വേണ്ടിയാണ് തന്റെ 23 വർഷം തന്റെ ജീവിതം തന്നെ നീക്കിവെച്ചതെന്ന് നമുക്ക് ചരിത്രത്തിൽ കൂടി വായിച്ചെടുക്കാൻ കഴിയും. സ്വഹാബത്തുൽ കിറാമ് ആ കാലഘട്ടത്തിൽ തന്നെ ലോകത്തിന്റെ പല ഭാഗത്തും സത്യദീനെത്തിച്ചു കൊടുത്തുകൊണ്ട് നേരായ വഴി ഏതാണെന്നും സ്വർഗത്തിലേക്കുള്ള വഴി ഏതാണെന്നും ആദം അലൈഹിസ്സലാം മുതലുള്ള പ്രവാചകന്മാര് സ്വീകരിച്ചിരിക്കുന്ന സ്വർഗത്തിലേക്ക് സഞ്ചരിച്ച വഴി ഏതാണെന്നും സ്വഹാബത്തുൽ കിറാം അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലഘട്ടത്തിൽ തന്നെ ലോകത്തിന്റെ പല ഭാഗത്തുമുള്ള ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുത്തു. അങ്ങനെയാണ് കേരളക്കരയിലും സ്വഹാബത്തുൽ കിറാമിൽ കൂടിയാണ് വിശുദ്ധ ദീനുൽ ഇസ്ലാം കടന്നു വരുന്നത്. കേരളം എന്ന് പറയുമ്പോൾ പഴയകാലത്തെ കേരളത്തിന്റെ മാപ്പ് ഇന്ത്യ ഉപഭൂഖണ്ഡമെടുത്ത് പരിശോധിച്ചു നോക്കിയാൽ ദക്ഷിണ കർണാടക ഉൾപ്പെടെയുള്ള ഭൂപ്രദേശമായിരുന്നു കേരള എന്ന് പറയുന്നത്. അങ്ങനെ സ്വഹാബത്തുൽ കിറാമും അതുപോലെ തന്നെ സയ്യിദന്മാരും മഖ്ദൂമുമാരും അതുപോലെ കോഴിക്കോട്ടെ ഖാദിമാരും ഇങ്ങനെ ആരിഫീങ്ങളും ഔലിയാക്കളുമാണ് ഓരോ കാലഘട്ടത്തിലും മുസ്ലിം ഉമ്മത്തിന് നേതൃത്വം നൽകിയിരുന്നത്. ഒരു
ഭാഗത്തു നിന്ന് നിസ്കാരം പഠിപ്പിച്ചു കൊടുക്കുമ്പോഴോ മറ്റൊരു ഭാഗം വ്യക്തമായി കൊണ്ട് തുറന്ന് പഠിപ്പിച്ചു കൊടുത്തുകൊണ്ടിരിക്കുമ്പോഴോ മറുഭാഗത്ത് രാജ്യത്തിന്റെ സുരക്ഷിതത്വത്തിന് വേണ്ടി ഇന്ത്യ മഹാരാജ്യത്തു നിന്ന് ബ്രിട്ടീഷുകാരെ കെട്ടുകെട്ടിക്കുന്നതിന് വേണ്ടി സർവസന്നാഹവുമായി കൊണ്ട് മുസ്ലിം ഉമ്മത്തിനോട് പടക്കളത്തിലിറങ്ങിക്കൊണ്ട് യുദ്ധം ചെയ്തുകൊണ്ട് പോർച്ചുഗീസുകാരെയും അതുപോലെ തന്നെ ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കാരെയും കെട്ടുകെട്ടിക്കാൻ വേണ്ടി യുദ്ധക്കളത്തിൽ പോലും നേതൃത്വം നൽകിയത് മഹത്തുക്കളായ പണ്ഡിതന്മാരായിരുന്നു. എല്ലാവിധ നേതൃത്വവും ആത്മീയമായ നേതൃത്വം നൽകിയത് സലഫുസ് സ്വാലിഹീങ്ങളായ ഔലിയാക്കളായിരുന്നു. അതുപോലെ തന്നെ വിദ്യാഭ്യാസപരമായ നേതൃത്വം നൽകിയത് സയ്യിദുൽ മഖ്ദൂം റളിയല്ലാഹു അൻഹു പോലുള്ള ആളുകൾ. എന്റെ പ്രിയപ്പെട്ടവരെ, ഒരു ഭാഗത്ത് കൂടി ആത്മീയമായി മുസ്ലിം ഉമ്മത്തിന് നേതൃത്വം നൽകിയപ്പോൾ മറുഭാഗത്ത് കൂടി വിദ്യാഭ്യാസപരമായ പുരോഗതിക്ക് വേണ്ടിയും മഹാനവറുകൾ തന്റെ കഴിവ് ഉപയോഗിച്ചുകൊണ്ട് ഒരുപാട് ഗ്രന്ഥങ്ങൾ രചിച്ചുകൊണ്ട് ഒരുപാട് ആ കാലഘട്ടത്തിലുള്ള പണ്ഡിതന്മാര് മുസ്ലിം ഉമ്മത്തിന്റെയും രാജ്യത്തിന്റെയും ഗുണത്തിനു വേണ്ടി വിജയത്തിന് വേണ്ടി പ്രവർത്തിച്ചവരായിരുന്നു. മഹാനവറുകൾ തുഹ്ഫത്തുൽ മുജാഹിദീൻ ഇന്നത്തെ സാധാരണ പണ്ഡിതന്മാർക്ക് പോലും അതിന്റെ വാക്കുകൾ വ്യാഖ്യാനിക്കാൻ കഴിയാത്ത രീതിയിൽ വളരെ അർത്ഥഗാംഭീര്യമുള്ള മഹത്തായ ഗ്രന്ഥമാകുന്ന തുഹ്ഫത്തുൽ മുജാഹിദീൻ ബ്രിട്ടീഷുകാർക്കെതിരെ പോർച്ചുഗീസുകാർക്കെതിരെ പോരാടിക്കൊണ്ടിരിക്കുന്ന പോരാളികൾക്കുള്ള സമ്മാനമായി കൊണ്ടായിരുന്നു മഹാനവറുകൾ ഈ ഗ്രന്ഥം രചിച്ചുകൊണ്ട് കടലിൽ പോർച്ചുഗീസുകാരോട് യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്ന പോരാളികൾക്ക് ഈ വ്യാഖ്യാനിച്ചു കൊടുക്കാൻ പറ്റിയ ശിഷ്യന്മാരയച്ചു കൊടുത്തത്. പറഞ്ഞു വന്നത്, പ്രിയപ്പെട്ടവരെ, മുസ്ലിം ഉമ്മത്തിന്റെ സർവ്വവിധ നേതൃത്വവും മഹത്തുക്കളായ പണ്ഡിതന്മാരായിരുന്നു നമുക്ക് നൽകിയത്. മഹാനായ ഖുതുബുസ്സമാൻ സയ്യിദ് അലവി അൽ-മംബറമി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് മഹാനവറുകളെ ചെറുപ്രായത്തിലേക്ക് കേരളത്തിലേക്ക് കടന്നു വന്നെങ്കിൽ ആത്മീയമായ നേതൃത്വം നൽകിയതോടുകൂടി തന്നെ തന്റെ അവസാനഘട്ടമായിരുന്ന 90-ാമത്തെ വയസ്സിൽ വയോവൃദ്ധനായ സമയത്ത് മഹാനായ വലിയുള്ളാഹി സയ്യിദ് ഖുതുബുസ്സമാൻ സയ്യിദ് അലവി അൽ-മംബറമി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് മഹാനവറുകളെ തന്റെ കയ്യിലുള്ള വാളുമായി അതുപോലെ തന്റെ കുതിരപ്പുറത്ത് കയറിക്കൊണ്ട് ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടിക്കൊണ്ടായിരുന്നു മഹാനവറുകൾ ഈ ലോകത്തോട് വിട പറഞ്ഞത്. പറഞ്ഞു വന്നത്, സർവ്വവിധ നേതൃത്വവും മുസ്ലിം ഉമ്മത്തിന് നൽകിയത് കാലഘട്ടത്തിലെ പണ്ഡിതന്മാരായിരുന്നു. ആ പണ്ഡിതന്മാരുടെ പുതിയൊരു രൂപമായിരുന്നു സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ. 26 വരെ 1926 വരെ മുസ്ലിം ഉമ്മത്തിന്റെ ഇടയിൽ പ്രശ്നമുണ്ടായിരുന്നില്ല. നിസ്കാരത്തെ ചൂഷണം ചെയ്യുന്ന ആളുകൾ ഉണ്ടായിരുന്നില്ല. നിസ്കാരത്തെ കുറവ് വരുത്തുന്ന ആളുകൾ ഉണ്ടായിരുന്നില്ല. വിശ്വാസത്തെ ചോദ്യം ചെയ്യുന്ന ആളുകൾ ഉണ്ടായിരുന്നില്ല. പക്ഷേ ചില ആളുകൾ തന്റെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി ദീനുൽ ഇസ്ലാമിനെ വളച്ചൊടിച്ചുകൊണ്ട് വിശുദ്ധ ഖുർആനിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് തിരുസുന്നത്തിനെ വിശദീകരിച്ചുകൊണ്ട് സ്വാർത്ഥ താൽപര്യങ്ങൾക്ക് വേണ്ടി ദീനുൽ ഇസ്ലാമിനെ വളച്ചൊടിക്കുന്ന ഒരവസ്ഥ വന്നപ്പോൾ ഖിയാമത്ത് നാൾ വരെയുള്ള മുസ്ലിം ഉമ്മത്തിന് അവരുടെ വിശ്വാസവും അവരുടെ അനുഷ്ഠാനവും പ്രൊട്ടക്ട് ചെയ്യുക എന്ന മഹത്തായ ലക്ഷ്യത്തോടുകൂടിയാണ് അന്നത്തെ ആത്മീയ നേതൃത്വമായിരുന്ന മഹാനായ സയ്യിദ് വരക്കൽ തങ്ങൾ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് മഹാനവറുകൾ. എന്റെ പ്രിയപ്പെട്ടവരെ, അന്നത്തെ പണ്ഡിതന്മാരെയും തന്റെ ശിഷ്യഗണങ്ങളെയും ഒരുമിച്ച് കൂട്ടിയിരുത്തിക്കൊണ്ട് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന അതിമഹത്തായ പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയത് ഏതെങ്കിലും ഒരു താൽപര്യങ്ങൾക്ക് വേണ്ടിയല്ല, ആരെങ്കിലും എതിർക്കാനോ പ്രശ്നമുണ്ടാക്കാനോ വേണ്ടിയല്ല, മറിച്ച് സ്വഹാബത്തുൽ കിറാമിൽ കൂടി ഏറ്റെടുത്തിരിക്കുന്ന വിശുദ്ധ ഇസ്ലാം. ആ ഇസ്ലാമിനൊരു പോറലും വരുന്നാതെ സ്വഹാബത്തുൽ കിറാം പഠിപ്പിച്ചു തന്ന ദീനുൽ ഇസ്ലാം, അവിടുന്ന് പഠിപ്പിച്ചു തന്ന തറാവീഹ് നിസ്കാരം, അവിടുന്ന് പഠിപ്പിച്ചു തന്ന ഖുതുബ, അവിടുന്ന് പഠിപ്പിച്ചു തന്ന നിസ്കാരം സർവ്വതും സ്വീകരിച്ചുകൊണ്ട് ജീവിക്കാനുള്ള ഒരു പ്രൊട്ടക്ട് പ്രത്യേകമായി ഏറ്റെടുക്കുകയാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ രൂപീകരിച്ചതുകൊണ്ട് ഉണ്ടായ മുസ്ലിം സമുദായത്തിന്റെ ഏറ്റവും വലിയ നേട്ടം. അതിനുശേഷം പല പ്രസ്ഥാനങ്ങളും വന്നിട്ടുണ്ട്.
ഖ്യാദ്യാനികൾ എന്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് ലോകാടിസ്ഥാനത്തിൽ ഖ്യാദ്യാനികൾ ഇസ്ലാമെന്ന് പുറത്താണെങ്കിൽ ആദ്യമായി കൊണ്ട് ഖ്യാദ്യാനികൾ ഇസ്ലാമെന്ന് പുറത്താണെന്ന് പ്രഖ്യാപിച്ചത് മഹത്തായ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ അജയ്യനായ ജനറൽ സെക്രട്ടറി ആയിരുന്ന മഹാനായ ശംസുൽ ഉലമ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് മഹാനവറുകളായിരുന്നു. സമസ്ത ഇങ്ങനെ ഒരു തീരുമാനമെടുത്ത് 25 വർഷങ്ങൾക്ക് ശേഷമാണ് റാബിത്തത്തുൽ ആലമീൻ ഉൾപ്പെടെയുള്ള ലോക പണ്ഡിത സഭ പോലും ഖാദിയാനികൾ ഇസ്ലാമിന്റെ ട്രാക്കിൽ നിന്ന് പുറത്താണെന്ന് പറയാൻ വീണ്ടും 25 വർഷം കൊണ്ടുവരുന്നു. ഞാൻ പറഞ്ഞു വന്നത്, ഏതൊരു കാലഘട്ടത്തിലുമുള്ള വെല്ലുവിളിയെ നേരിട്ടുകൊണ്ട് പൂർവസൂരികളായ മഖ്ദൂമുമാരും പൂർവസൂരികളായ വെളിയങ്കോട് ഖാദിമാരും മമ്പുറം തങ്ങളും അതുപോലെയുള്ള പൂക്കോയ തങ്ങളും ഉൾപ്പെടെയുള്ള ഔലിയാക്കളും സൂഫിയാക്കളും നമുക്ക് കാണിച്ചു തന്ന മാർഗം, ആ മാർഗമാണ് എന്റെ പ്രിയപ്പെട്ടവരെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ. ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. ബിദ്അത്തിന്റെ ആശയങ്ങൾ പിന്നീട് പല ഭാഗത്തും അവര് വളരെ കഷ്ടപ്പെട്ടുകൊണ്ട് ബിദ്അത്തിന് വളക്കൂറുണ്ടാക്കാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ സാധിച്ചില്ല. കാരണം എന്താ? സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ കാലോചിതമായി ഇടപെട്ടുകൊണ്ട് എന്താണ് സുന്നത്തെന്നും എന്താണ് ഖുർആൻ ശരീഫെന്നും എന്താണ് ദീനുൽ ഇസ്ലാം എന്നും പറഞ്ഞു കൊടുക്കാൻ പറ്റിയൊരു സമൂഹത്തെയായിരുന്നു വാർത്തെടുത്തത്. ഇവിടെ വളരെ സന്തോഷമുണ്ട്. നമ്മുടെ സ്ഥാപനത്തിന്റെ പ്രചരണം ഇമാം ഷാഫി അക്കാദമി മഹാനവറുകളുടെ നാമധേയത്തിലുള്ള ഒരു സ്ഥാപനത്തിന്റെ പ്രചരണം കൂടിയാണ്. ആരാണെന്ന് പ്രിയപ്പെട്ടവരെ പണ്ഡിതന്മാരെന്ന് പറഞ്ഞാൽ, ഇന്ന് ബ്രിട്ടീഷുകാരൊക്കെ പല കാര്യത്തിലും ഇന്ന് അമേരിക്കയും അതുപോലെ തന്നെ ജൂതന്മാരും അതുപോലെ ഇംഗ്ലണ്ടുമൊക്കെ പല കണ്ടുപിടുത്തങ്ങൾക്കും നേതൃത്വം നൽകുന്നുവെങ്കിൽ മുസ്ലിം സമുദായത്തിന് അഭിമാനിക്കാൻ പറ്റുന്നൊരവസരമുണ്ട്. വിശുദ്ധ ഖുർആനിന്റെ ഇഖ്റഇന്റെ സന്ദേശം ഉൾക്കൊണ്ട മുസ്ലിം ഉമ്മത്തായിരുന്നു മെസപ്പൊട്ടേമിയൻ തെരുവീഥികളിൽ കൂടി ഞണ്ടുപെറുക്കിക്കൊണ്ട് മീൻ പിടിച്ചുകൊണ്ട് നടന്നിരുന്ന മുഖ്യന്മാരായിരുന്ന ബ്രിട്ടീഷുകാരന് എന്താണ് ശാസ്ത്രമെന്ന് പഠിപ്പിച്ചു കൊടുത്തത് ഖുർആനിന്റെ മക്കളായിരുന്നു. ഇന്ന് വലിയ വലിയ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകളുണ്ട്, സർവ്വ സംവിധാനങ്ങളുമുള്ള ആംബുലൻസുകളുണ്ട്. പക്ഷേ ഇതിനൊന്നും മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം അത്ഭുതമില്ല. കാരണം നമ്മുടെ പൂർവ്വസൂരികളായ ഉസ്താദുമാരുടെ കഥയെടുത്തു നോക്കിയാൽ ഇമാം ഗസ്സാലി റളിയല്ലാഹുവിന്റെ ചരിത്രം പരിശോധിച്ചു കഴിഞ്ഞാൽ, ഇമാം ഷാഫി റളിയല്ലാഹുവിന്റെ ചരിത്രം പരിശോധിച്ചു കഴിഞ്ഞാൽ, ഇമാം അബൂ ഹനീഫ തങ്ങളുടെ ചരിത്രം പരിശോധിച്ചു കഴിഞ്ഞാൽ അവിടുത്തെ ശിഷ്യഗണങ്ങളാണ് 40 ഒട്ടകങ്ങളെ ഒരുമിച്ച് കൂട്ടിക്കൊണ്ട് മൊബൈൽ ഹോസ്പിറ്റൽ എന്ന പേരിൽ കേവലം ആംബുലൻസ് അല്ല, സർവ്വവിധ സന്നാഹവുമുള്ള ആ കാലഘട്ടത്തിലുള്ള ഡോക്ടേഴ്സുള്ള സർവ്വസന്നാഹങ്ങളുമുള്ള മൊബൈൽ ചലിക്കുന്ന ഹോസ്പിറ്റലുകൾ സ്ഥാപിച്ചുകൊണ്ട് ലോകത്തിലെ ഏറ്റവും വലിയ മാതൃക തന്നെയായിരുന്നത് ഇമാം ഗസ്സാലി റളിയല്ലാഹുവിന്റെ ശിഷ്യന്മാരായിരുന്നു, ഇമാം ഷാഫി റളിയല്ലാഹുവിന്റെ ശിഷ്യന്മാരായിരുന്നു. സർവ്വവിധ നേതൃത്വവും പണ്ഡിതന്മാരായിരുന്നു. അതുകൊണ്ടാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ദീൻ പഠിക്കലോടുകൂടി ലോകത്തെക്കുറിച്ച് അറിയുന്ന ഒരു സമൂഹത്തെ പടച്ചിടാൻ വേണ്ടി, ഒരു സമൂഹത്തെ വാർത്തെടുക്കാൻ വേണ്ടിയാണ് ഇതുപോലെ ഒരുപാട് സ്ഥാപനങ്ങൾ എന്ന് പ്രിയപ്പെട്ടവരെ. ഇവിടുത്തെ ഏതെങ്കിലും പ്രസ്ഥാനത്തിന് പറയാൻ കഴിയുമോ? ഇവിടുത്തെ ഏത് പ്രസ്ഥാനത്തിനാണ് സമസ്ത എന്ന പേരിൽ ചില ആളുകളൊക്കെ പ്രവർത്തിക്കുന്നത്? ഞാൻ അവരെ കുറിച്ചൊന്നും അറിയുന്നില്ല. എന്തവകാശമാണുള്ളത്? സമസ്ത എന്ന പേര് പറയാനും അതുപോലെ തന്നെ മഹാനവറുകളുടെയൊക്കെ കറാമത്ത് പറയാൻ എന്ത് അവകാശമാണ് പ്രിയപ്പെട്ടവരെ ഉള്ളത്? ആരാണ് സത്യപ്രസ്ഥാനം സമസ്തയാണെന്നും വരക്കൽ മുല്ലക്കോയ തങ്ങളുടെ ചില ആളുകളാണ് ഞങ്ങളുടെ നേതാവായി പരിചയപ്പെടുത്തുമ്പോൾ ഖിയാമത്ത് നാൾ വരെയുള്ള ഉമ്മത്തിന് സത്യം തിരിച്ചറിയുന്ന രീതിയിലാണ് സമസ്ത ഏതാണെന്നും സത്യസമസ്ത ഏതാണെന്നും സമസ്ത ഒന്ന് മാത്രമേ ഉള്ളൂ എന്നും വരക്കൽ മുല്ലക്കോയ തങ്ങൾ സ്ഥാപിച്ചിരിക്കുന്ന സമസ്ത വളരെ വ്യക്തമായി മനസ്സിലാകുന്ന രീതിയിലാണ് മഹാനായ ശംസുൽ ഉലമ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് മഹാനവറുകൾ വരക്കൽ മുല്ലക്കോയ തങ്ങളുടെ കാൽഭാഗത്തിന്റെ കീഴിൽ ഇന്നും അന്ത്യവിശ്രമം കൊള്ളുന്നത് സത്യപ്രസ്ഥാനം ഖിയാമത്ത് നാൾ വരെയുള്ള ആളുകൾക്ക് തിരിച്ചറിയണം.
ചില ആളുകള് ശംസുൽ ഉലമയുടെ കറാമത്ത് പറഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ കണ്ണിയത്ത് ഉസ്താദിന്റെ കറാമത്ത് പറഞ്ഞുകൊണ്ട് സമസ്ത എന്ന പേരൊക്കെ പറയുമ്പോൾ, പ്രസിഡന്റ് മരണപ്പെടുമ്പോൾ സമസ്തയുടെ പ്രസിഡന്റ് എന്നൊക്കെ പറയുമ്പോൾ, ഏതാണ് സമസ്ത എന്ന് തിരിച്ചറിയാൻ ഖിയാമത്ത് നാൾ വരെ മൂക്ക് കീഴ്പോട്ടുള്ള എല്ലാ മനുഷ്യനും മനസ്സിലാകുന്ന രീതിയിലാണ് മഹാനായ ശംസുൽ ഉലമയുടെ പ്രിയപ്പെട്ടവരെ ബരക്കൽ തങ്ങളുടെ ചാരത്ത് തന്നെ അന്ത്യവിശ്രമം കൊള്ളുന്നത്. സയ്യിദുനാ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു, സയ്യിദുനാ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ ഹബീബിന്റെ പിറകിൽ മുതുകോല് ചേർന്നുകൊണ്ട് കിടക്കുന്നത് പോലെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ചുംബനം കൊടുത്ത് കിടക്കുന്നത് പോലെ വരക്കൽ മുല്ലക്കോയ തങ്ങളുടെ കാൽപാദത്തിന് കീഴിൽ തന്നെ കടക്കാൻ ഭാഗ്യം ലഭിച്ചതിന്റെ ചരിത്രം എന്റെ പ്രിയപ്പെട്ടവരെ സമസ്ത ഖിയാമത്ത് നാൾ വരെയുള്ള മുസ്ലിം ഉമ്മത്തിനെ മനസ്സിലാക്കാൻ വേണ്ടിയാണ്. ഞാൻ ദീർഘിപ്പിക്കുന്നതിൽ എന്റെ പ്രിയപ്പെട്ടവരെ സമയം കുറവാണ്. ഇനിയും ഒരുപാട് ആളുകൾ പലതും പറയാനും പറഞ്ഞു വന്നത്, മുസ്ലിം ഉമ്മത്തിന് നേതൃത്വം നൽകിയത്, മുസ്ലിം ഉമ്മത്തിന്റെ പുരോഗതിക്ക് വേണ്ടി പ്രവർത്തിച്ചത് യഥാർത്ഥ പണ്ഡിതന്മാരായിരുന്നു. നമ്മെ സംബന്ധിച്ചിടത്തോളം നാം പിഴച്ചുകൂടാ പ്രിയപ്പെട്ടവരെ. പണ്ഡിതന്മാർ പിഴച്ചുകൂടാ. അവരെ ദുഷിച്ചു കഴിഞ്ഞാൽ ചീഞ്ഞു നാറിയിരിക്കുന്ന മുട്ടയേക്കാൾ കടുപ്പമാണ് ഒരു സാധാരണക്കാരൻ പിഴക്കുന്നത് പോലെയല്ല. ഇമാം മാലിക് റളിയല്ലാഹു അൻഹു ബുഖാരിയും മുസ്ലിമും ഒക്കെ പുറത്തു വരുന്നതിന് മുമ്പ് ആദ്യമായി കൊണ്ട് ലോകത്ത് രചിക്കപ്പെട്ട ഗ്രന്ഥം ഇമാം മാലിക് റളിയല്ലാഹുവിന്റെ മുവത്തയാണ്. മുവത്ത എന്ന് പറയുന്ന ഹദീസിന്റെ ഗ്രന്ഥത്തിന്റെ പ്രത്യേകത തന്നെ അസറുകളാണ് അതിലുള്ളത്. അഥവാ മദീന നിവാസികളായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നേരിട്ട് കണ്ട് ദീന് പഠിച്ചെടുത്ത അൻസ്വാറുകളായ മദീനക്കാരായ സ്വഹാബത്തിന്റെ ജീവിതമാണ് ഇമാം മാലിക് റളിയല്ലാഹുവിന്റെ മുവത്ത. ഇമാം മാലിക് റളിയല്ലാഹു അൻഹു തെളിവ് പിടിച്ചത് മദീനക്കാരുടെ ജീവിതമാണ്. ആ മദീനക്കാരുടെ ജീവിതം ഫോളോ ചെയ്തുകൊണ്ടാണ് താബിഈങ്ങളും തബഉ താബിഈങ്ങളും അങ്ങനെ കാലാന്തരത്തിലുള്ള ഓരോ പണ്ഡിതന്മാരും മുൻഗാമികളെ ഫോളോ ചെയ്തുകൊണ്ടാണ് വന്നത്. അവര് പിഴച്ചുകൂടാ പ്രിയപ്പെട്ടവരെ, അവര് പിഴച്ചുകൂടാ, അവരെ ഓർത്തുകൊണ്ടിരിക്കണം. അതുകൊണ്ട് തന്നെ ഇന്ന് ജീവിക്കുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം നാം നാളത്തെ ആളുകൾക്ക് രേഖയാണ്. ഇന്നിപ്പോൾ വെള്ളിയാഴ്ച ദിവസമാണ്, വെള്ളിയാഴ്ചയാണ് എന്നുള്ളതിന് എന്താ തെളിവ്? ചില ആൾ പറയും മൊബൈലുണ്ട്, അതാ തെളിവ്. മൊബൈലിൽ തെറ്റുപറ്റാൻ നമ്മൾ ആഡ് ചെയ്യുമ്പോൾ തെറ്റിപ്പോകാൻ, ഫീഡ് ചെയ്യുമ്പോൾ തെറ്റ് സംഭവിക്കാം. കമ്പ്യൂട്ടറിലുണ്ട്, അതാ തെളിവ്. കലണ്ടറിലുണ്ട്, അതാ തെളിവ്. അല്ല, മറിച്ച് ഇന്നലെ വ്യാഴാഴ്ചയായിരുന്നു എന്നൊരു പരമ യാഥാർത്ഥ്യമുണ്ട്, നിഷേധിക്കാൻ പറ്റാത്ത യാഥാർത്ഥ്യം. നമ്മെ സംബന്ധിച്ചിടത്തോളം ഇന്നലത്തെ ആളുകളാണ് നമുക്ക് രേഖ. ഒരാൾ ഒരു പുസ്തകം കൊണ്ടുവന്ന് ഇത് മുസ്ഹഫാണെന്ന് അവകാശപ്പെടാം. അവിടെ രേഖ ഇന്നലത്തെ പണ്ഡിതന്മാര് നമുക്ക് പഠിപ്പിച്ചു തന്ന ആയാത്തുകൾ തന്നെയാണോ, വാക്യങ്ങൾ തന്നെയാണോ? അതാണ് പ്രിയപ്പെട്ടവരെ താരതമ്യം ചെയ്തുകൊണ്ട് അത് സത്യമാണോ എന്ന് മനസ്സിലാക്കുന്നത്. ഇന്നലത്തെ ആളുകൾ പഠിപ്പിച്ചു തന്നത് തന്നെയാണോ? ഒരാൾ ഒരു ഗ്രന്ഥം കൊണ്ടുവന്ന് ഇത് മുസ്ലിമാണെന്ന് പറയുന്നു, ബുഖാരിയാണെന്ന് പറയുന്നു. നമ്മുടെ രേഖ ഇന്നലത്തെ ആളുകളാണ്, ഇന്നലത്തെ സലഫ് സ്വാലിഹീങ്ങള്, ഇന്നലത്തെ നല്ല നല്ല ആളുകൾ സ്വാലിഹീങ്ങളാണ്. അല്ലാഹുവിന്റെ അനുഗ്രഹത്തിന് വിധേയരായ സലഫ് സ്വാലിഹീങ്ങള്. അതുകൊണ്ട് തന്നെ നാം പിഴച്ചുകൂടാ. നമ്മെ സംബന്ധിച്ചിടത്തോളം ഖുനൂത്തിന്റെ തെളിവ് ഖുർആനിലെ ആയാത്തുകളിലേക്ക് കടക്കുന്നതിന് മുമ്പ്, ഹദീസുകൾ എടുത്തുദ്ധരിക്കുന്നതിന് മുമ്പ് ഇന്നലത്തെ ആളുകൾ സുബ്ഹി നിസ്കാരത്തിൽ ഖുനൂത്തോതി. ഇന്നലത്തെ ആളുകൾ 20 റക്അത്ത് തറാവീഹ് നിസ്കരിച്ചു. ഇന്നലത്തെ ആളുകൾ നിസ്കരിക്കുമ്പോൾ തല മറച്ചു. ഇതുപോലെ എന്റെ പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ ആളുകൾ നാളത്തെ ആളുകൾക്ക് രേഖയാണ്. അവർ പിഴച്ചുകൂടാ. പണ്ഡിതന്റേതായ ക്വാളിഫിക്കേഷനാണ് ഉണ്ടാവേണ്ടത്. പണ്ഡിതന്മാർക്കുണ്ടാകേണ്ട ക്വാളിറ്റികളാണ് എന്റെ പ്രിയപ്പെട്ടവരെ പണ്ഡിതന്മാർക്കുണ്ടാവേണ്ടത്. അതാണ് പാണ്ഡിത്യം എന്ന് പറഞ്ഞാൽ. പണ്ഡിതന്മാരുടെ ഔസാഫുകള് ഇമാം സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു തആല അദ്കിയിൽ കൂടിയും, അദ്കിയുടെ മസാലിക്കുൽ അദ്കിയിൽ കൂടിയും, അതുപോലെ തന്നെ ഒരുപാട് കിഫായത്തുൽ അദ്കിയിൽ കൂടിയൊക്കെ വളരെ വ്യക്തമായിക്കൊണ്ട് ആരാണ് പണ്ഡിതന്മാരെന്ന് വ്യക്തമാക്കി തരുന്നുണ്ട്. അതാണ് പണ്ഡിതന്മാരുടെ വിശേഷണമായി കൊണ്ട് പരിഗണിക്കേണ്ടത്. ഭൗതികമായ ഒരുപാട് നേട്ടം അത് പല ആളുകൾക്കുമുണ്ട്. പക്ഷെ അതൊന്നും എന്റെ പ്രിയപ്പെട്ടവരെ നമ്മെ സംബന്ധിച്ചിടത്തോളം ഒരു പണ്ഡിതന്റെ തെളിവല്ല. ഞാനിപ്പം കുറെ എത്തിമക്കളെ പോറ്റി
ഇവിടെയുള്ള ഒരു അഹമ്മദാജിയും പോറ്റി. അതുകൊണ്ട് എന്താണ്? അതൊരു നല്ല കാര്യം ചെയ്തു, അതാർക്കും ചെയ്യാം. ഒരു പണ്ഡിതനെ സംബന്ധിച്ച പാണ്ഡിത്യപരമായി കൊണ്ട് അദ്ദേഹം സ്വീകാര്യനായി മാറുക. അദ്ദേഹത്തിനുണ്ടാവേണ്ടത് ക്വാളിറ്റികള്. അതുകൊണ്ട് ശബ്ദം കേൾക്കുന്ന സുന്നത്ത് ജമാഅത്തിന്റെ പണ്ഡിതന്മാരോട് പറയാനുള്ളത്, പ്രിയപ്പെട്ടവരെ, പ്രസംഗിക്കുന്ന നാനും കേൾക്കുന്ന നിങ്ങളും നാളത്തെ മുഅ്മിനീങ്ങൾക്ക് രേഖയാണ്. നമ്മെ കണ്ടുകൊണ്ടാണ്, നമ്മെ ഫോളോ ചെയ്തുകൊണ്ടാണ് അവർ സത്യത്തിന്റെ വഴി മനസ്സിലാക്കേണ്ടത്, അവർ സ്വർഗത്തിലേക്കുള്ള വഴി മനസ്സിലാക്കേണ്ടത്. അവര് പിഴച്ചുകൂടാ പ്രിയപ്പെട്ടവരെ, അവരുടെ വിശ്വാസത്തിൽ പിഴവ് സംഭവിച്ചുകൂടാ, അവരുടെ ആത്മീയതയ്ക്ക് കളങ്കം സംഭവിച്ചുകൂടാ, അവരുടെ കർമ്മങ്ങൾക്ക് കോട്ടം സംഭവിച്ചുകൂടാ. അങ്ങനെ കർമ്മങ്ങൾ കാത്തു സൂക്ഷിക്കാനും വിശ്വാസങ്ങൾ കാത്തു സൂക്ഷിക്കാനും അങ്ങനെ യഥാർത്ഥ ട്രാക്കിൽ കൂടി, സുന്നത്ത് ജമാഅത്തിന്റെ ട്രാക്കിൽ കൂടി, സത്യത്തിലേക്കുള്ള വഴിയിൽ കൂടി സഞ്ചരിച്ച് അവസാനം കലിമത്ത് തൗഹീദ് ഉച്ചരിച്ചുകൊണ്ട് സാലിഹീങ്ങൾ വിശ്രമിക്കുന്നതായ സ്വർഗ്ഗലോകത്തേക്ക് എത്തിപ്പെടാൻ എന്റെ പ്രിയപ്പെട്ടവരെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ സ്ഥാപിച്ചു. അതുകൊണ്ട് സമസ്തയിൽ നിങ്ങൾ സജീവമായിക്കൊണ്ട് അതിന്റെ പ്രവർത്തനം ശക്തിപ്പെടുത്തണം പ്രിയപ്പെട്ടവരെ. സമസ്ത അത് സത്യത്തിന്റെ പക്ഷത്താണ്. സമസ്തയുടെ ഉസ്താദുമാരുടെ കഥ എടുത്തു നോക്കിയോ. ആരാണ് എന്റെ പ്രിയപ്പെട്ടവരെ? കാളമ്പാടി ഉസ്താദ്. കാളമ്പാടി ഉസ്താദ് ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് മഹാനവറുകള് ടിവിയിലൊന്നും പ്രത്യക്ഷപ്പെട്ടിട്ടില്ല, എപ്പോഴും പത്രസമ്മേളനം വിളിക്കാറില്ല. ഇടക്കിടക്ക് ഓരോ പ്രശ്നങ്ങളും നടക്കുമ്പോൾ അതിലൊന്നും പത്രസമ്മേളനം വിളിക്കാറില്ല, അതിലൊന്നും തീരുമാനമൊന്നും പറയാറില്ല. ചെറുശ്ശേരി ഉസ്താദ് ഇപ്പോൾ ജീവിച്ചിരിക്കുന്നിരിക്കട്ടെ, മുമ്പ് കഴിഞ്ഞു പോയവരെ കുറിച്ച് ചർച്ച ചെയ്താൽ ഇപ്പോൾ ഇരിക്കുന്നവരെ കുറിച്ചും പണ്ഡിതന്മാരെ കുറിച്ചും 40 ആലിമീങ്ങളെ കുറിച്ച് സൂഫിയാക്കളായ ഔലിയാക്കളായ നിഷ്കളങ്കരായ അന്നും ഇന്നും എന്റെ പ്രിയപ്പെട്ടവരെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ നയിച്ചിരുന്നത് മഹാന്മാരായിരുന്നു. ആരാണ്? കാളമ്പാടി ഉസ്താദ്. കാളമ്പാടി ഉസ്താദ് വഫാത്തായപ്പോൾ ലോകത്തിന്റെ പല ഭാഗത്തും വെച്ച് നിസ്കാരം നടന്നു. എന്താണ് കാരണം? കാളമ്പാടി ഉസ്താദിനെ എല്ലാവരും കണ്ടതുകൊണ്ടാണോ? അല്ല, ആത്മീയമായൊരു ബന്ധമാണ്. സമസ്തയെ സ്നേഹിക്കുന്ന ആളുകൾക്ക്, ഓട്ടോമാറ്റിക് സത്യത്തിന്റെ പക്ഷത്ത് നിൽക്കുന്നവർക്ക് ആരാണ് കാളമ്പാടി ഉസ്താദ് എന്ന് മനസ്സിലാക്കാൻ അവർക്ക് കഴിയുന്നു. മഹാനവറുകളുടെ വീട് കണ്ടതുകൊണ്ടല്ല, മഹാനവറുകളുടെ മുഖം കണ്ടതുകൊണ്ട് മാത്രമല്ല, മഹാനവറുകളുടെ പേര് കേട്ടതുകൊണ്ട് മാത്രമല്ല, മറിച്ച് അത് സത്യത്തിന്റെ വഴിയിലുള്ള പൂർവസൂരിയായ ആലിമീങ്ങളെ പിന്തുടർന്നുകൊണ്ട്, ഔലിയാക്കളെ പിന്തുടർന്നുകൊണ്ട്, ഔലിയാക്കളുടെ വിശേഷങ്ങൾ മുഴുവനും മേടിച്ചിരിക്കുന്ന, സൂഫിയാക്കളുടെ വിശേഷങ്ങൾ മുഴുവനും മേടിച്ച ഒരു മഹാവ്യക്തിത്വമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് പ്രിയപ്പെട്ടവരെ ലക്ഷക്കണക്കിന് ആളുകൾ സംഘടിച്ചുകൊണ്ട് ജനാസ നിസ്കരിച്ചത്. ഇതുപോലെ ഓരോ ഉസ്താദിനെ കുറിച്ചും സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പ്രത്യേകതയതാ. ഒരാളെ പറ്റിയും ഒന്നും പറയാൻ കഴിയില്ല. ഇനി ഒരാൾക്ക് തെറ്റ് സംഭവിക്കൂലെന്നൊന്നും അവകാശപ്പെടുന്നില്ല, പക്ഷേ ഓട്ടോമാറ്റിക് പിടിച്ചു പുറത്താക്കും. കാരണം എന്താ? വ്യക്തിപൂജയല്ല സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ, വ്യക്തിപൂജയല്ല സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ, ഒരു വ്യക്തിപൂജയല്ല. ഏത് പണ്ഡിതന് എന്ത് തെറ്റുകൾ സംഭവിച്ചാലും ആക്ഷൻ എടുത്തുകൊണ്ട് സമസ്തയുടെ പ്രസ്ഥാനം രൂപീകരിക്കുന്ന സമയത്തുണ്ടായിരുന്ന നയങ്ങളിൽ നിന്ന് ഇന്ന് വരെ സമസ്ത പിറകോട്ട് പോയിട്ടില്ല. സമസ്ത പറഞ്ഞത് മുഴുവനും പാലിച്ചിട്ടുണ്ട്, പാലിക്കാൻ പറ്റുന്നതേ പറഞ്ഞിട്ടുള്ളൂ. ആശയങ്ങൾക്കൊരു മാറ്റിപ്പറയേണ്ട ഒരവസ്ഥ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയ്ക്കുണ്ടായിട്ടില്ല. കാരണം ദീർഘദൃഷ്ടിയുള്ള പണ്ഡിതന്മാരാണ്, ഔലിയാക്കളാണ്, സൂഫിയാക്കളാണ്, സയ്യിദന്മാരാണ് പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് ഞാൻ പറഞ്ഞു വന്നത്, സമസ്ത എന്ന് പറഞ്ഞാൽ എന്റെ പ്രിയപ്പെട്ടവരെ നമുക്ക് രക്ഷപ്പെടാനുള്ള വഴിയാണ്. ആ വഴിയിൽ കൂടി അതിന്റെ പതാക നെഞ്ചിലേറ്റിക്കൊണ്ട് ആ മഹാന്മാരായ ഉസ്താദുമാരൊന്ന് കാണലോടുകൂടി നമ്മളെ സമ്മേളനം എന്ന് പറഞ്ഞാൽ തന്നെയാണ്. എന്താ, നമ്മൾ ഉസ്താദുമാരെയൊക്കെ കാണുമ്പോഴേക്ക് ആത്മീയമായ പരിവർത്തനം. മറ്റെത്ര ആളെ കാണുന്നുണ്ട് നിങ്ങൾ ചിന്തിച്ചു നോക്കിയാൽ. സമസ്ത ചെറുശ്ശേരി ഉസ്താദിന്റെ മഹാനവർ കൈയൊന്ന് പിടിച്ചു കഴിഞ്ഞാല് ഓട്ടോമാറ്റിക് എന്റെ പ്രിയപ്പെട്ടവരെ മദ്യപാനിയായ മനുഷ്യൻ മദ്യം നിർത്തിക്കൊണ്ട് എന്തെന്നില്ലാത്തൊരു ആത്മീയ സംതൃപ്തി ലഭിക്കുകയാണ്. കുടുംബത്തിൽ പ്രശ്നമുള്ളവന് മഹാനായ പാണക്കാട് തങ്ങളുടെ കൈയൊന്ന് പിടിക്കലോടുകൂടി കുടുംബ പ്രശ്നങ്ങൾക്ക് നിന്നും രക്ഷ ലഭിക്കുന്നു. ഇങ്ങനെ എല്ലാ വിഷമങ്ങളുമുള്ള ആളുകളും പ്രയാസമുള്ള ആളുകളൊക്കെ നമ്മുടെ ഉസ്താദുമാരുടെ കൂടെ ഒന്ന് ഇരിക്കുമ്പോഴേക്ക് ഒന്ന് കൈപിടിക്കുമ്പോഴേക്ക് ആത്മീയമായ പരിവർത്തനങ്ങളാണ്. കാരണം അള്ളാഹുവിന്റെ ഔലിയാക്കളും സൂഫിയാക്കളുമാണ്. താല്പര്യങ്ങൾക്ക് വേണ്ടിയല്ല അവർ മുശാവറയിലേക്ക് കടന്നു വന്നത്. അതിനുവേണ്ടി സമസ്ത സ്ഥാപിച്ചിട്ടില്ല. സമസ്തക്ക് അന്നും ഇന്നും 1 രൂപയുടെ അക്കൗണ്ടില്ല, വരവുമില്ല, ചെലവുമില്ല. ഇതൊരു സംഘടനയല്ല, ഒരു പ്രസ്ഥാനമാണ് സമസ്ത. 1 ഉറുപ്പിന്റെ ഇടപാടിൽ അന്നുമില്ല ഇന്നുമില്ല.
കീഴ്ഘടകങ്ങൾക്കുണ്ടാവും, അത് വേറെ വിഷയം. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ 40 മെമ്പർമാർ മുസാവറ അല്ലാഹുവിന്റെ ഔലിയാക്കളായ സയ്യിദന്മാരും പണ്ഡിതന്മാരുമുള്ള ഈ സമസ്ത എന്ന മഹിതമായ പ്രസ്ഥാനത്തിന് സാമ്പത്തിക ഇടപാട് ഈ വന്നാൽ ഒരു രൂപ കിട്ടുകയും ചെയ്യില്ല. അതാണ് രസം. ഈ സംഘടനയിൽ വന്നതിന്റെ മകനുണ്ട്, ആയിരിക്കും പൈസ ആവും. അതുകൊണ്ടല്ലേ പൈസ കിട്ടുന്ന ആൾക്കാരൊക്കെ പൈസ കിട്ടുന്ന പ്രസ്ഥാനം വിട്ടിട്ട് എത്ര ആളാണ് ഇങ്ങോട്ട് വരുന്നത്? ആണ് സൂപ്പർ സ്പെഷ്യാലിറ്റിക്ക് വേണ്ടി കോടികൾ പിരിച്ച ആളുകള്, കോടികൾ റൗണ്ട് ഫിഗർ ആക്കി കൊടുത്ത ആളുകള്, കലാമിയ ഹോസ്പിറ്റലിന് വേണ്ടി കോടികൾ പിരിച്ചുകൊണ്ട് റൗണ്ട് ഫിഗർ ആക്കി കൊടുത്ത ആളുകള്, സുന്നി സിമന്റിന് വേണ്ടി റൗണ്ട് ഫിഗർ ആക്കി കൊടുത്ത ആളുകള്. പക്ഷേ മഹാനായ ശംസുൽ ഉലമയെ കണ്ടതിന്റെ പേരില്, ഹിദായത്തിന്റെ വഴി ലഭിച്ചതിന്റെ പേരില് ആദം അലൈഹിസ്സലാമിനോട് അല്ലാഹു ചെയ്തൊരു കരാറുണ്ട്. ആ കരാറ് ഖിയാമത്ത് നാൾ വരെയുള്ള മുഅ്മിനീങ്ങൾക്ക് സ്വർഗ്ഗത്തിലേക്കുള്ള വഴി, ഹിദായത്തിന്റെ വഴി അല്ലാഹു നൽകുമെന്നാണ്. ഓട്ടോമാറ്റിക് എന്റെ പ്രിയപ്പെട്ടവരെ സത്യപ്രസ്ഥാനത്തിലേക്ക് വരാൻ കഴിയുന്നു. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. മഹാന്മാരായ സ്വാലിഹീങ്ങളോട് ഗുണപ്പെടുക. അല്ലാഹു തആല തന്നെ വിശുദ്ധ ഖുർആനിലൂടെ പഠിപ്പിച്ചു തന്നത് നിങ്ങൾ കൂനു മഅസ്വാദിഖീൻ, നിങ്ങൾ സത്യവാന്മാരോട് കൂടണമെന്നാണ്. സത്യം എന്റെ പ്രിയപ്പെട്ടവരെ സമസ്തയോടുകൂടെയാണ് സത്യമുള്ളത്. സമസ്ത സ്ഥാപിച്ചത് ഒരു താല്പര്യത്തിനും വേണ്ടിയല്ല, ഒരു താല്പര്യവുമില്ല. അള്ളാഹുവിന്റെ ദീനല്ലാതെ വിശ്വാസികളുടെ ഈമാനും അതുപോലെ ഇബാദത്തിനും അനുഷ്ഠാനങ്ങൾക്കും കർമ്മങ്ങൾക്കും പ്രൊട്ടക്ട് നൽകലല്ലാതെ വേറൊരു ഉദ്ദേശമില്ല. സങ്കടം ഉണ്ടാക്കലും കുറെ പോസ്റ്റൊട്ടിക്കലുണ്ട്, അതല്ല ഓരോരു ശാഖാപരമായ ഒരു ചെറിയ ചെറിയ കാലാന്തരമായിട്ടുള്ള ചെറിയ പ്രവർത്തനങ്ങളല്ലാതെ ലക്ഷ്യം ഇതാണ്, മുഅ്മിനീങ്ങൾക്ക് സ്വർഗത്തിലേക്കുള്ള വഴി കാണിച്ചു കൊടുക്കുക. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, അതാണ് നമുക്ക് മദീനക്കാരുടെ പ്രത്യേകത. മഹാനായ നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വല്ലാതെ സ്നേഹിച്ചു. സമസ്തയുടെ പണ്ഡിതന്മാരെ നിങ്ങൾ സ്നേഹിച്ചത് എപ്രകാരമാവണം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്വഹാബത്തുൽ കിറാം സ്നേഹിച്ചതുപോലെ സൂറത്തുൽ ഹസ്ർ അല്ലാഹുവിന്റെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അനുചരന്മാരായ സ്വഹാബത്തുൽ കിറാം മദീനക്കാരായ അൻസ്വാറുകളെ കുറിച്ചാണ് പരാമർശിക്കുന്നത്. ആ മദീനക്കാരായ അൻസ്വാറുകളെ കുറിച്ച് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മക്കയിൽ നിന്നും മദീനയിലേക്ക് പുറപ്പെട്ടപ്പോൾ കാണാം, ഇമാം റാസി റളിയല്ലാഹു അൻഹു എടുത്തുകൊണ്ട് പറയുന്നു, മദീനയുടെ ബോർഡറിലെത്തിയപ്പോൾ മദീനക്കാരായ സ്വഹാബത്ത് മുഴുവനും തമ്പടിച്ചു. ചെറുപ്പക്കാരി ഈത്തപ്പന വൃക്ഷത്തിന്റെ മുകളിൽ കയറി. എന്തിനു വേണ്ടിയാ? ആദ്യമായി മഹാനായ ചെറുശ്ശേരി ഉസ്താദിനെ ഒന്ന് നമ്മളൊക്കെ കാണണമെന്ന് ആഗ്രഹം പ്രകടിപ്പിക്കുന്നത് പോലെ, മഹാനായ പാണക്കാട് തങ്ങളെ കാണണമെന്ന് ആഗ്രഹം പഠിപ്പിച്ചതുപോലെ, അതിനേക്കാൾ അപ്പുറം അല്ലാഹുവിന്റെ ഹബീബിനെയും സിദ്ദീഖ് തങ്ങളെയും ആദ്യമായി എന്റെ കണ്ടുകൊണ്ട് കാണണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഈത്തപ്പനയുടെ മുകളിലേക്ക് കയറുകയാണ്. അങ്ങനെ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വഴിയിൽ വെച്ച് ലഭിച്ച കുതിരപ്പുറത്ത് കയറി, ഒട്ടകപ്പുറത്ത് കയറിക്കൊണ്ട് അല്ലാഹുവിന്റെ ഹബീബ് അതിർത്തിയിലേക്ക് പ്രവേശിച്ചു. അതിർത്തിയിൽ പ്രവേശിച്ചപ്പോൾ സഹാബത്ത് അടിപിടിയ, നബിയെ എന്റെ വീട്ടിലേക്ക് വരണം, നബിയെ എന്റെ വീട്ടിലേക്ക് വരണം. അല്ലാഹുവിന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വീടും ഭക്ഷണവും സർവ്വതും റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. ഖുർആൻ തന്നെ പറയുന്നു, വല്ലദീന തബബ്ബഉദ്ദാറ വൽ ഈമാന മിൻ ഖബ്ലിഹിം, നബിയെ അവർ തങ്ങളെ വീട്ടിലേക്ക് ക്ഷണിക്കുമ്പോൾ അവരെ വേദനിപ്പിക്കരുത് നബിയെ. ആരാണ് അൻസാറുകൾ നബിയെ? തങ്ങളുടെ സ്വഹാബത്തിന് വേണ്ടി, തങ്ങൾക്ക് വേണ്ടി ഭാര്യമാർ തലാഖ് ചൊല്ലിക്കൊണ്ട് ഒരു പരിചയവുമില്ലാത്ത മക്കക്കാരായ മുഹാജിരീങ്ങൾക്ക് കെട്ടിച്ചു കൊടുത്തവരാണ് നബിയെ. കൃഷിയുടെ തോട്ടഭാഗം, വലിയൊരു ഭാഗം മക്കയിൽ നിന്നും വന്നിരിക്കുന്ന മുഹാജിരീങ്ങൾക്ക് വിട്ടുകൊടുത്തവരാണ് നബിയെ. കച്ചവടത്തിൽ പാർട്ണർഷിപ്പ് നൽകിക്കൊണ്ട് കച്ചവടം ചെയ്യാനുള്ള സൗകര്യം ഒരുക്കി കൊടുത്തവരാണ് നബിയെ. അതുകൊണ്ട് മദീനക്കാരെ വേദനിപ്പിക്കരുത് നബിയെ. മുഖറബായ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം പറയുന്നു, യാ റസൂലല്ലാഹ്, തങ്ങൾ അവരോട് പറയുക, എന്റെ ഒട്ടകം എവിടെയാണോ മുട്ടുകുത്തുന്നത് ആ വീട്ടിലേക്ക് ഞാൻ അതിഥിയായി കൊണ്ട് കടന്നു വരാം. അല്ലാഹുവിന്റെ ഹബീബിന്റെ കൂടെ സ്വഹാബത്തുൽ കിറാം സമാനം സഞ്ചരിക്കുകയാണ്. അബൂ അയ്യൂബ് അൻസ്വാരി റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിലേക്ക് എത്തിയ സന്ദർഭത്തിന് ഒട്ടകമട അവിടുത്തെ വീട്ടുമുറ്റത്ത് ഒട്ടകം മുട്ടുകുത്തുന്നു. അല്ലാഹുവിന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അന്നത്തെ ഈത്തപ്പന ഓലോട് ഒക്കെ കെട്ടിയ ചെറിയൊരു വീടുണ്ടായിരുന്നു. അതിന്റെ മുകൾ ഭാഗം ഒരുക്കി വെച്ചിരുന്നു. അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു, ഞാൻ താഴത്ത് കിടന്നോളാം. ദീർഘിപ്പിക്കുന്ന പ്രിയപ്പെട്ടവരെ, അങ്ങനെ അവസാനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സിദ്ദീഖ് തങ്ങളും താഴെ കടന്നപ്പോൾ
ചിന്തിക്കണം. മഹാനായ ചെറുശ്ശേരി ഉസ്താദ് ഇവിടെ നിൽക്കുമ്പോൾ നിങ്ങൾ അടുത്തിരിക്കാൻ മടി കാണിക്കുന്നതെങ്കിൽ അത് സ്വഹാബത്തിന്റെ പാരമ്പര്യമാണ്, അത് ഔലിയാക്കളുടെ പാരമ്പര്യമാണ്, അത് താബിഈങ്ങളുടെ പാരമ്പര്യമാണ്, അത് ഇമാം ശാഫിഈ തങ്ങളുടെ പാരമ്പര്യമാണ്, അത് അബൂ ഹനീഫ തങ്ങളുടെ പാരമ്പര്യമാണ്. അൻസാറുകളായ മദീനക്കാരായ അൻസാറുകള് അബൂ അയ്യൂബിൽ അൻസ്വാരി തങ്ങള്, മഹാനായ അബൂ അയ്യൂബിൽ അൻസ്വാരി തങ്ങള് അല്ലാഹുവിന്റെ ഹബീബ് താഴെ കടന്നപ്പോൾ, സിദ്ദീഖ് തങ്ങള് താഴെ കടന്നപ്പോൾ അന്ന് രാത്രിയിൽ ഉറങ്ങിയില്ല പ്രിയപ്പെട്ടവരെ. കാരണം ഹബീബിനെ താഴെ കടത്തിക്കൊണ്ട് എങ്ങനെയാണ് എന്റെ കാല് മുകളിലേക്ക് എടുത്തു വെക്കുക എന്ന് ചിന്തിച്ചുകൊണ്ട് അല്ലാഹുവിന്റെ ഹബീബിനോടുള്ള സ്നേഹം കാരണം മഹത്തുക്കളായ സഹാബത്തുൽ കിറാം ഉറക്കമൊഴിച്ചു. പ്രിയപ്പെട്ടവരെ, പറഞ്ഞു വന്നത് ആ ഒരു രീതിയിൽ സഹാബത്തുൽ കിറാം അല്ലാഹുവിന്റെ ഹബീബിനെ സ്നേഹിച്ചതുപോലെ, പരസ്പരം സ്നേഹിച്ചതുപോലെ പാണക്കാട് തങ്ങൾ എന്റെ പ്രിയപ്പെട്ടവരെ നിങ്ങൾ സ്നേഹിക്കണം. സമസ്തയുടെ ആലിമീങ്ങളെ സ്നേഹിക്കണം, സാദാത്യങ്ങളെ സ്നേഹിക്കണം. ഇത് പഠിപ്പിച്ചു കൊടുക്കലാണ് എന്റെ പ്രിയപ്പെട്ടവരെ സമസ്ത ഏറ്റെടുത്തിരിക്കുന്നത്. അദബും പൊരുത്തവും, ആദരിക്കേണ്ടവരെ ആദരിക്കുകയും ബഹുമാനിക്കേണ്ടവരെ ബഹുമാനിക്കുകയും ചെയ്യുക. അതാണ് എന്റെ പ്രിയപ്പെട്ടവരെ ഇബ്ലീസിനെ നഷ്ടപ്പെട്ടതും അത് തന്നെയാണ്. ഇബ്ലീസിന്റെ തൗബ സ്വീകരിച്ചില്ല അല്ലാഹു തആല. എന്താണ് സംഭവിച്ചത്? അല്ലാഹ് ബഹുമാനിക്കാൻ പറഞ്ഞ ആദം അലൈഹിസ്സലാമിനെ ബഹുമാനിച്ചില്ല. മൂസാ അലൈഹിസ്സലാം തന്റെ ഭാര്യയും കൂട്ടിക്കൊണ്ട്, മൂസാ അലൈഹിസ്സലാം ഭാര്യ പിതാവ് നൽകിയ ശുഐബ് നബി അലൈഹിസ്സലാം നൽകിയ വടിയുമായി കൊണ്ട് ഭാര്യയോടുകൂടെ ഈജിപ്തിലേക്ക് വരുന്ന സന്ദർഭത്തിലാണ് അല്ലാഹു തആല വിളിച്ചത്. അല്ലാഹു തആല തൂർ സീനാ പർവ്വതത്തിലേക്ക് വിളിച്ചു. ശൈത്താൻ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട്, ഇബ്ലീസ് പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് പറഞ്ഞു, മൂസാ അലൈഹിസ്സലാമിനോട് പറഞ്ഞു, നിങ്ങൾ അല്ലാഹുവിനോട് നിന്ന് തൗബ സ്വീകരിക്കാൻ പറയണം മൂസാ. മൂസാ അലൈഹിസ്സലാം തിരിച്ചു വന്ന സന്ദർഭത്തിലതാ ഇബ്ലീസ് ചോദിക്കുന്നു, മൂസാ നബിയെ എന്റെ തൗബ സ്വീകരിച്ചോ? മൂസാ അലൈഹിസ്സലാം പറയുന്നു, ഇബ്ലീസ് നിനക്കുള്ള തൗബ ആദം അലൈഹിസ്സലാമിനെ ബഹുമാനിക്കലല്ലാതെ, ആദം അലൈഹിസ്സലാമിന്റെ ഖബർ സിയാറത്ത് ചെയ്യലല്ലാതെ, ആദം അലൈഹിസ്സലാമിന്റെ ഖബറിന്റെ അടുത്ത് പോയി സുജൂദ് ചെയ്യലല്ലാതെ മറ്റൊരു തൗബയില്ല. പ്രിയപ്പെട്ട സഹോദരന്മാരെ, അദബുകേട്, അത് പൊരുത്തക്കേട്, അതിന് തൗബയില്ല സഹോദരന്മാരെ. അതുകൊണ്ട് സത്യത്തിന്റെ പക്ഷത്ത് നിന്നുകൊണ്ട് സ്വർഗത്തിന്റെ വഴിയിൽ കൂടി നിങ്ങൾ സഞ്ചരിക്കാൻ, നിങ്ങളുടെ സമ്പത്തും നിങ്ങളുടെ ആരോഗ്യവും നിങ്ങളുടെ എല്ലാം അല്ലാഹുവിന്റെ പൊരുത്തത്തിൽ ഉപയോഗപ്പെടുത്തി ആഖിറത്തിൽ ഉപകരിക്കുന്നവരായി മാറണം. അതിന് അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാകട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.